ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തിയായ ബനാന സ്മൂത്തിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചെറുപഴം അല്ലെങ്കിൽ ഞാലിപ്പൂവൻ്റെ പഴമോ അതോ റോബസ്റ്റ് പഴമോ അങ്ങനെ ഏതെങ്കിലും പഴം എടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് തേനോ അതല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കണ്ടൻസ് മിൽക്ക്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പകരം പാൽപ്പൊടി വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. പകരം പഞ്ചസാര എടുക്കാവുന്നതാണ്. ബ്രൗൺ ഷുഗർ ആണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. പിന്നെ ഹോർലിക്സും എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഹോർലിക്സും എടുത്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. തേൻ മാത്രം മതിയെങ്കിൽ അത് മാത്രം ഉപയോഗിച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇത് ഈ മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പഴം ഞാൻ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 ഗ്ലാസ് പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഹോർലിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ് സിറപ്പാണ് എടുത്തിരിക്കുന്നത്. പകരം തേൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി തേൻ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വാനില എസൻസ് കൂടി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയതാണ്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് എല്ലാവരുടെയും വീട്ടിൽ പാൽപ്പൊടിയും പാലും പഴമൊക്കെ മിക്കവാറും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു ജ്യൂസാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.